ദേശീയതയുടെ ഹിന്ദുത്വ ബ്രാൻഡിംഗാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ചില മാധ്യമങ്ങളും ഇതിന്റെ ഭാഗമായി പ്രചരണങ്ങൾ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ചടങ്ങിൽ ദേശസ്നേഹവും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു കാരാട്ട്. ദേശീയതയുടെ ഹിന്ദുത്വ ബ്രാൻഡിംഗ് ആണ് രാജ്യത്ത് നടക്കുന്നത്. ഈ കപട ദേശീയതയെ എതിർക്കാനും ചോദ്യം ചെയ്യാനും മാധ്യമങ്ങൾക്ക് സാധിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. National chauvinism and jingoism being propagated through some of the national media and the TV channels in particular. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സമരം, സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങിയ സന്ദർഭങ്ങളിൽ വിഷയത്തിന്റെ രണ്ടു വശങ്ങൾ കാണാൻ പോലും പല മാധ്യമങ്ങളും തയ്യാറായില്ല. എന്നാൽ യുവാക്കളിലെ പ്രശ്നങ്ങൾക്കെതിരെ മാധ്യമങ്ങൾ മുന്നോട്ടു വന്നത് ശുഭസൂചകമാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച EMS അനുസ്മരണ പ്രഭാഷണ ചടങ്ങിൽ ദേശസ്നേഹവും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TN സീമ, പ്രഭാവർമ്മ, EM രാധ, PRD ഡയറക്ടർ ഡോക്ടർ K അമ്പാടി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും നിയമസഭാ തെരഞ്ഞെടുപ്പും ചർച്ച ചെയ്യുന്നു. നോട്ട് പ്രതിസന്ധിക്കെതിരായ തുടർ പ്രക്ഷോഭങ്ങൾക്കും യോഗം രൂപം നൽകും. വൈകിട്ട് വൻ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. അന്തരിച്ച വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചത്. പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത്. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. നോട്ട് നിരോധിച്ച പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ രൂപരേഖ കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. സാർവദേശീയ രംഗത്തെ പുതിയ മാറ്റങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ആഗോളവൽക്കരണ കാലത്തെ കാർഷിക പ്രശ്നങ്ങളും അവയിൽ സ്വീകരിക്കേണ്ട പാർട്ടി നിലപാടും കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കും. കേന്ദ്ര കമ്മിറ്റി യോഗത്തോടനുബന്ധിച്ച് 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന വലിയ ബഹുജന റാലി നടക്കുന്നുണ്ട്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ചേരുന്ന പൊതുസമ്മേളനത്തിൽ മുതിർന്ന CPIM നേതാക്കൾ സംസാരിക്കും. കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാനമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന വിമർശനത്തെ മറികടക്കാൻ കേന്ദ്ര നയങ്ങളെ പിന്തുണച്ച് BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രമേയം. നോട്ട് നിരോധനം, അതിർത്തി കടന്ന് നടത്തിയ മിന്നൽ ആക്രമണം തുടങ്ങിയ തീരുമാനങ്ങൾ പ്രചരണ വിഷയങ്ങളാക്കാൻ തീരുമാനം. ദേശീയ എക്സിക്യൂട്ടീവ് ഇന്ന് സമാപിക്കും. പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കും. നോട്ട് നിരോധനത്തിനെതിരെ സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെ ചില BJP നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. നോട്ട് അസാധുവാക്കിയ നടപടി മോഡിയുടെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു എന്ന വിമർശനം മറികടക്കാനാണ് തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന പ്രമേയം നിർവാഹക സമിതി യോഗത്തിൽ പാസാക്കുന്നത്. മോഡി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് സാമ്പത്തിക പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തി കടന്ന് സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പ്രധാനമന്ത്രിയുടെ തൊപ്പിയിലെ പൊൻതൂവലാണെന്ന് നിർവാഹക സമിതി യോഗം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ എടുത്തു പറയുന്നുണ്ട്. ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടികളാണ് പ്രതിപക്ഷം തുടരുന്നതെന്ന് രാഷ്ട്രീയ പ്രമേയം കുറ്റപ്പെടുത്തുന്നു. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നിർവാഹക സമിതി യോഗം രൂപം നൽകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മോഡിയെ വച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് നേരത്തെ ധാരണയായിരുന്നു. എന്നാൽ നോട്ട് നിരോധനം തിരിച്ചടിയാകുമോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സമാജ്വാദി പാർട്ടിയിൽ അച്ഛനെതിരായ യുദ്ധത്തിൽ പാർട്ടി അക്കൗണ്ടുകൾ അഖിലേഷ് യാദവ് മരവിപ്പിച്ചു. 500 കോടിയിലേറെ സമ്പാദ്യമുള്ള പാർട്ടി അക്കൗണ്ടുകളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അഖിലേഷ് യാദവ് മരവിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തർക്കം തീർക്കാൻ ശിവപാൽ യാദവ് അഖിലേഷുമായി നടത്തിയ കൂടിക്കാഴ്ച തീരുമാനമാകാതെ അലസിപ്പിരിഞ്ഞു. മുലായം സിംഗും അഖിലേഷ് യാദവും തമ്മിലുള്ള തർക്കം പാർട്ടി സ്വത്തുക്കളിലേക്കുള്ള അവകാശവാദമായി ഉയർന്നിരിക്കുന്നു. ഭൂരിഭാഗം വരുന്ന MLA-മാരെയും MP-മാരെയും ഒപ്പം നിർത്തിയ അഖിലേഷ് യാദവ് മുലായം സിംഗിന്റെ കൈവശമുള്ള പാർട്ടി സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മുലായം സിംഗിന്റെ സഹോദരനും അഖിലേഷിന്റെ നിത്യശത്രുവുമായ ശിവപാൽ യാദവാണ് പാർട്ടി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. തർക്കമുള്ളതിനാൽ ഈ അക്കൗണ്ടുകളിൽ നിന്നുള്ള ക്രയവിക്രയം തടയണമെന്ന് അഖിലേഷ് വിഭാഗം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഫലത്തിൽ 500 കോടിയോളം വരുന്ന സമാജ്വാദിയുടെ ബാങ്ക് സമ്പാദ്യങ്ങൾ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ നടപടി. മുലായം സിംഗിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള അഖിലേഷിന്റെ ശ്രമമായി ഇതിനെ കാണുന്നവരുണ്ട്. അതേസമയം അഖിലേഷുമായി എന്നും തർക്കത്തിലുള്ള ശിവപാൽ യാദവ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മഞ്ഞുരുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ലക്നൌവിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവയും പഞ്ചാബും ലക്ഷ്യമിട്ട് ആം ആദ്മി പാർട്ടി 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗോവയിലും പഞ്ചാബിലും പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കെജ്രിവാൾ. പഞ്ചാബിൽ ആദ്യമായി ത്രികോണ മത്സരത്തിനും ആം ആദ്മി കളമൊരുക്കുന്നു.
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്തപ്പോൾ പഞ്ചാബിൽ 30.40% വോട്ട് നേടി 4 സീറ്റുകളിലാണ് ആം ആദ്മി വിജയിച്ചത്. ഭരണകക്ഷിയായ ശിരോമണി അകാലിദളിന് 20.30%, സഖ്യകക്ഷിയായ BJPക്ക് വെറും 8.70% വോട്ട് മാത്രമേ നേടാനായുള്ളൂ. ഈ കണക്കുകളാണ് പഞ്ചാബിൽ ആം ആദ്മിക്ക് പ്രതീക്ഷ നൽകുന്നത്. ഗോവയിൽ പാർട്ടി സംഘടനാപരമായി ശക്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ എത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളിലും 11,000-ലേറെ വോട്ട് നേടി. ജനസംഖ്യയിൽ 26% വരുന്ന ഗോവൻ കാത്തലിക്സ് വിഭാഗമാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക്. ഇതിൽ വിള്ളൽ വീഴ്ത്താൻ ആം ആദ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം BJPക്ക് ബദലായി ആം ആദ്മിയെ കാണുന്നു. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ BJP സഖ്യം ഒരു ഭാഗത്തും കോൺഗ്രസ് മറുഭാഗത്തുമായി കാലങ്ങളായി നടക്കുന്ന മത്സരം ഇത്തവണ ആം ആദ്മി സാന്നിധ്യത്തിലൂടെ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. കേജ്രിവാൾ നേരിട്ടാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. ദില്ലിയിൽ നിന്ന് AAPയുടെ പകുതിയിലേറെ മന്ത്രിമാരും പഞ്ചാബിലെത്തി ചെറു കുടുംബയോഗങ്ങളിലൂടെ അടിത്തറ ശക്തമാക്കുകയാണ്. ദിനംപ്രതി 4-5 കുടുംബയോഗങ്ങളിൽ കേജ്രിവാളും പങ്കെടുക്കുന്നു. 2015 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി നിലനിർത്തി. ഗോവയിലെയും പഞ്ചാബിലെയും തെരഞ്ഞെടുപ്പുകൾ ദേശീയ പാർട്ടിയായി വളരാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ദിശ നിർണ്ണയിക്കും. ദില്ലി ആം ആദ്മി ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ബന്ധു നിയമന വിവാദത്തിൽ EP ജയരാജനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് FIR. സുധീർ നമ്പ്യാർ 2-ാം പ്രതിയും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആന്റണി 3-ാം പ്രതിയുമാണ്. കേസ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കും. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജനെതിരെയുള്ള ബന്ധു നിയമന വിവാദ കേസിലാണ് വിജിലൻസ് ത്വരിതാന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. വിജിലൻസ് കോടതിയിൽ നൽകിയ FIR പ്രകാരം കേസിൽ EP ജയരാജനാണ് 1-ാം പ്രതി. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാർ 2-ാം പ്രതിയും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആന്റണി 3-ാം പ്രതിയുമാണ്. അഴിമതി നിരോധന നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് FIR ഇട്ടിരിക്കുന്നത്. കേസിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയകുമാർ സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള മാനേജിംഗ് ഡയറക്ടർമാരുടെ നിയമനം നടത്തുന്ന റിയാബിന്റെ മാനദണ്ഡം പാലിക്കാതെയാണ് സുധീർ നമ്പ്യാരെ നിയമിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പലരുടെയും ഇടപെടൽ വന്ന നിയമനമായതിനാലാണ് വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും SP റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ത്വരിതാന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ട് നാളെ കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഫോർട്ട് ലോഡർഡേൽ ഹോളിവുഡ് വിമാനത്താവളത്തിലുണ്ടായ വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. വെടിവയ്പ് നടത്തിയ ആക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആക്രമണ കാരണം വ്യക്തമല്ല. സ്റ്റാർ വാർസ് ടീഷർട്ട് ധരിച്ചെത്തിയ യുവാവ് വിമാനത്താവളത്തിന്റെ 2-ാം ടെർമിനലിനടുത്തേക്ക് വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് യാത്രക്കാർ പരിഭ്രാന്തരായി ചിതറിയോടി. തോക്കിൽ വീണ്ടും മുണ്ടതിറച്ച് വെടിയുതിർക്കാൻ ശ്രമിച്ച ആക്രമിയെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചു. KPCC നേതൃത്വത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച K മുരളീധരൻ ഉമ്മൻചാണ്ടി പക്ഷത്തേക്ക് കൂടുതൽ അടുക്കുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിക്കായി K മുരളീധരൻ കോട്ടയത്തെത്തിയപ്പോൾ മാറിമറയുന്നത് സംസ്ഥാന കോൺഗ്രസിലെ സമവാക്യങ്ങളാണ്. KPCC പ്രസിഡന്റ് VM സുധീരനെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും കൂടുതൽ ദുർബലമാക്കാനുള്ള നീക്കത്തിന്റെ പിന്തുണ കൂടിയാണ് കോട്ടയത്തെത്തി മുരളീധരൻ നേടിയത്. ഫലത്തിൽ വിശാല ഐ ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലും നേതൃനിരയിൽ പങ്കില്ലാത്ത K മുരളീധരന്റെ ലക്ഷ്യം സുധീരനെയും രമേശ് ചെന്നിത്തലയും ദുർബലനാക്കി പാർട്ടിയിൽ പിടിമുറുക്കലാണ്. പഴയ ഐ ഗ്രൂപ്പിന്റെ വികാരം കൊണ്ടു നടക്കുന്ന സാധാരണക്കാർക്കിടയിൽ പോലും K കരുണാകരന്റെ മകനായ K മുരളീധരന് ഇപ്പോഴും സ്വാധീനമുണ്ട്. മന്നം ജയന്തി ദിനത്തിൽ രമേശ് ചെന്നിത്തല പതിവ് തെറ്റിച്ച് സാന്നിധ്യമറിയിച്ചു മടങ്ങിയപ്പോൾ NSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന K മുരളീധരൻ മുഴുവൻ സമയവും പെരുന്നയിൽ തങ്ങി. മതസാമുദായിക സമവാക്യങ്ങൾ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ K മുരളീധരന് ഇനി വേണ്ടത് ക്രിസ്ത്യൻ നേതാക്കൾക്ക് വ്യക്തമായ മേധാവിത്വമുള്ള എ ഗ്രൂപ്പിന്റെ പിന്തുണയാണ്. മറുഭാഗത്ത് DCC പുനഃസംഘടനയിൽ തന്നെ അകറ്റി നിർത്തിയ സുധീരൻ ചെന്നിത്തല കൂട്ടുകെട്ട് തകർത്തില്ലെങ്കിൽ എ ഗ്രൂപ്പ് നാമാവശേഷമാകുമെന്ന് ഉമ്മൻചാണ്ടിയും വിശ്വസിക്കുന്നു. അതിനിടയിലാണ് കേരളത്തിലെ കോൺഗ്രസിന് ഉമ്മൻചാണ്ടിയെ കൂടാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന K മുരളീധരന്റെ പ്രസ്താവന സുധീരനെയും ചെന്നിത്തലയും ഒരുപോലെ പരിക്കേൽപ്പിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും മുരളിയെ പിന്തുണച്ചതോടെ ഉമ്മൻചാണ്ടി പക്ഷം കൂടുതൽ ആവേശത്തിലായി. പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗിന് കോട്ടയത്തെത്തിയ K മുരളീധരനെ ഉമ്മൻചാണ്ടി വിശ്വസനായ KC ജോസഫ് മാലയിട്ട് സ്വീകരിച്ചത് ഈ ആവേശത്തിന്റെ തുടർച്ചയാണ്. അതേസമയം KPCC നേതൃത്വമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ K മുരളീധരനെ ചുമതലപ്പെടുത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം.
AK ആന്റണിക്കെതിരെ വയലാർ രവിയെ രംഗത്തിറക്കി K കരുണാകരൻ പയറ്റിയ പഴയ തന്ത്രത്തിന്റെ പുതിയ രൂപത്തിനാണ് ഉമ്മൻചാണ്ടി രൂപം കൊടുത്തിട്ടുള്ളത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിലും നിർമ്മാണ പിഴവ്. പുതിയ നോട്ടിന്റെ നിറമിളകി ഉപയോഗശൂന്യമായി മാറുന്നതാണ് പ്രതിസന്ധി. ഇത്തരം നോട്ടുകൾ മാറ്റി നൽകാൻ റിസർവ് ബാങ്ക് അധികൃതർ തയ്യാറാകുന്നുമില്ലെന്നും പരാതിയുണ്ട്. വൈറ്റിലയിലെ ചുമട്ടുതൊഴിലാളിയായ സിജോയ്ക്ക് ഒരു ദിവസത്തെ അധ്വാനത്തിന് കിട്ടിയ വേതനമാണിത്. 500ന്റെ പുതിയ 2 നോട്ടുകൾ. കിട്ടിയ കൂലിയും പോക്കറ്റിലിട്ട് ജോലി തുടർന്നു. ഫലം ഒരു ദിവസത്തെ അധ്വാനം പാഴായി. വിയർപ്പിൽ നനഞ്ഞതിനെ തുടർന്ന് നോട്ടിലെ നിറമിളകി ഉപയോഗശൂന്യമായി മാറി. നമ്മളൊരു സാധാരണക്കാര ചുമട്ടുതൊഴിലാളിയാണ്. ഈ 1000 രൂപ പോക്കറ്റിലിട്ടുകൊണ്ട് പണിയെടുക്കുന്നതിനിടയിൽ വേർക്കുകയും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ പുതിയ നോട്ടിന്റെ അവസ്ഥ ഇതാണ്. നോട്ട് മാറ്റിയെടുക്കാൻ റിസർവ് ബാങ്കിനെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒരു ദിവസം പണിയും കളഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്നൊന്നും അത് മാറാൻ പറ്റില്ല. ഈ അന്നുള്ള തൊഴിൽ ചെയ്തുള്ള ഇത് മേടിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് അരിയും സാധനങ്ങളും പോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. ഈ ഒരു 1000 രൂപ മാറുന്നതിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ജോലിയും കളഞ്ഞു. കറൻസി ക്ഷാമത്തെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധം തണുപ്പിക്കാൻ 500ന്റെ പുതിയ നോട്ടുകൾ വേഗത്തിൽ അച്ചടിപ്പിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. 2000ന്റെ പുതിയ നോട്ടുകൾക്കും ഇതേ തകരാർ തന്നെ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. GCDA ചെയർമാന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും സാധനങ്ങൾ മോഷണം പോയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കടവന്ത്ര പോലീസാണ് മോഷണത്തിന് കേസെടുത്തത്. പരാതിക്കാരനായ GCDA സെക്രട്ടറിയിൽ നിന്നും പോലീസ് ഉടൻ മൊഴിയെടുക്കും. GCDAയുടെ ചെയർമാനായി CN മോഹനൻ ചുമതലയേറ്റ ശേഷം ഉദ്യോഗസ്ഥരുമൊത്ത് ഔദ്യോഗിക വസതി സന്ദർശിക്കാനെത്തിയപ്പോഴാണ് സാധനങ്ങൾ മോഷണം പോയ വിവരമറിഞ്ഞത്. 3 AC, 3 സീലിംഗ് ഫാൻ, വീട്ടുപകരണങ്ങൾ, ഗ്യാസ് സിലിണ്ടർ, സോഫ സെറ്റ്, കസേര ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കാണാതായത്. ചെയർമാൻ ഹൗസിൽ വിശദമായ പരിശോധന നടത്തിയ ശേഷം 1.51 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പോയതായുള്ള കണക്ക് തയ്യാറാക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തുക അടയ്ക്കാൻ GCDA മുൻ ചെയർമാൻ N വേണുഗോപാലിന് GCDA നോട്ടീസ് നൽകിയിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. ഇതോടൊപ്പമാണ് കടവന്ത്ര പോലീസിൽ പരാതി നൽകിയത്. പരാതി സ്വീകരിച്ച പോലീസ് മോഷണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. അടുത്ത ദിവസം തന്നെ പരാതിക്കാരനായ സെക്രട്ടറിയിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞ ദിവസം കായംകുളത്ത് ചേർന്ന ജനതാദൾ യു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം. വീരേന്ദ്രകുമാറിന്റെ അസാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ UDF വിട്ടുപോകണമെന്ന ആവശ്യവും ഉയർന്നു. കോൺഗ്രസിലെ തമ്മിലടിയും ഘടകകക്ഷികൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങളുമാണ് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്ന ജനതാദൾ യു സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിട്ടും പ്രതിപക്ഷമെന്ന നിലയിൽ UDFന് ഒറ്റക്കെട്ടായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ജനതാദൾ യു സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിലെ തമ്മിലടിയാണ് ഇതിന് പ്രധാന കാരണമെന്ന് നേതാക്കൾ പറയുന്നു. നേരത്തെ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ഇതേ ആക്ഷേപം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനതാദൾ യുവും കോൺഗ്രസിനെതിരെ പരസ്യ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഷേഖ് പി ഹാരിസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി. അടിക്കടി കോൺഗ്രസിലുണ്ടാകുന്ന കോൺഗ്രസിൻ്റെ ഉൾപോര് പ്രശ്നങ്ങളാണ്, ആഭ്യന്തര പ്രശ്നങ്ങളാണ്. കോൺഗ്രസ് ആണല്ലോ ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന വലിയ പാർട്ടി. UDFിലെ ഘടകകക്ഷി എന്ന നിലയിൽ വീരേന്ദ്രകുമാറിന് നൽകിയ രാജ്യസഭാ സീറ്റാണ് പാർട്ടിയെ ഇപ്പോഴും UDFനുള്ളിൽ തളച്ചിട്ടിരിക്കുന്നതെന്നും നേതാക്കൾ പറയുന്നു. ഭാവിയിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞ് UDF വിടണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെട്ടത്. വീരേന്ദ്രകുമാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. നോട്ട് വിഷയത്തിൽ പോലും UDFന് ഒറ്റക്കെട്ടായി പ്രതിഷേധം നടത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് ദയനീയമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് UDFന്റെ കെട്ടുറപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തോട്ടം തൊഴിലാളി നേതാവുമായ PA രാജു അന്തരിച്ചു. ഏതാനും മാസങ്ങളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 9:15 കുമളി സെന്റ് അഗസ്റ്റിൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് നടക്കും. തോട്ടം മേഖലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ ജില്ലയിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. തുടർച്ചയായി 5 തവണ CPIM പീരുമേട് ഏരിയ സെക്രട്ടറിയായും 16 വർഷം തോട്ടം യൂണിയൻ സെക്രട്ടറിയായും മറ്റ് സംഘടനാ ഭാരവാഹിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1990 മുതൽ 94 വരെ ദേശാഭിമാനിയുടെ ഏരിയ ലേഖകനായും പ്രവർത്തിച്ചു. സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കായി പോകുന്നവർ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാകുന്നതായി രക്ഷപ്പെട്ട് മടങ്ങിയെത്തിയ വീട്ടമ്മമാർ. വിവരിക്കാനാവാത്ത ദുരിത കഥകളുമായി ഏതാനും വീട്ടമ്മമാർ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തി. മലയാളികൾ ഉൾപ്പെടെയുള്ള ഏജന്റുമാർ പീഡനത്തിന് കൂട്ടുനിൽക്കുന്നതായും ഇവർ പറഞ്ഞു. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരിക്കലും ഒരു വീട്ടിൽ നമ്മൾ ഇന്ത്യയിൽ പോകുന്നവർക്ക് ഇങ്ങനെ ഇതിന് ദുരിതമായിട്ട് കിടക്കുന്നവരവിടെ രക്ഷിക്കാൻ ആരും ചെല്ലത്തില്ല.
എന്നാന്ന് വെച്ചാൽ ഇതിന്റെ 3 പേര് നിങ്ങൾ ഇതെടുക്കണം, കേസ് എടുക്കണം. എനിക്ക് അത്ര ഉള്ളു പറയാം. എന്റെ ശരീരം കെട്ടില്ല, എന്റെ കുഞ്ഞുങ്ങളെ നാട്ടുകാരെ പ്രാർത്ഥന കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. പ്രവാസി ക്ഷേമരംഗത്ത് പ്രവർത്തിക്കുന്ന CIMS കേരള എന്ന സംഘടനയുടെ ഭാരവാഹികൾക്കൊപ്പമാണ് കബളിപ്പിക്കപ്പെട്ട സ്ത്രീകൾ കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തിയത്. പലവിധ പീഡനങ്ങൾക്ക് തങ്ങൾ ഇരയായതായി അവർ പറഞ്ഞു. 15 വലിയ ആൾക്കാരും അവരുടെ മക്കളും പിന്നെ അവരുടെ ഭാര്യമാരും ഒക്കെയുള്ള വീട്ടിലാണ് ഞാൻ പണിയെടുക്കേണ്ടി വന്നത്. അതിന്റെ പുറമെ വേറെ 3 വീട്ടിലും കൂടെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുമായിരുന്നു. എന്നിട്ട് 2 ലക്ഷം രൂപ കൊടുക്കണം, എന്നാൽ മാത്രമേ തിരിച്ചു കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു. ഏജന്റുമാരുടെ വാക്കും വാഗ്ദാനവും വിശ്വസിച്ച് എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാതെയാണ് പലരും വിദേശത്തേക്ക് കടന്നത്. കേരളത്തിലെ വിമാനത്താവളങ്ങൾ ഒഴിവാക്കി ചെന്നൈ, മുംബൈ തുടങ്ങിയ വിമാനത്താവളങ്ങളാണ് മനുഷ്യക്കടത്തിന് ഏജന്റുമാർ ഉപയോഗിച്ചത്. നിരവധി പേർ കബളിപ്പിക്കലിനിരയായതായി CIMS കേരള ഭാരവാഹി റഫീഖ് റാവുത്തർ പറഞ്ഞു. ഈ സ്ത്രീയാണ് ജെസി. UAE വഴി പോയി UAE നിന്ന് സൗദി പോയിട്ടുണ്ടോ എന്നുള്ള ധാരണയിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ പറയണോ ഇങ്ങനൊരു ബോഡി കിട്ടിയെന്ന്. അവരിപ്പോൾ അങ്ങോട്ട് റഷ് ചെയ്തിരിക്കേ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. 4 ദിവസം മുമ്പ് കട്ടപ്പനയിൽ ഒരു ബോഡി വന്നിട്ട്, ഒരു ഡൊമസ്റ്റിക് വർക്കറുടെ. എങ്ങനെ മരിച്ചു എന്നറിയാൻ ഒരു വഴിയില്ല. ഏജന്റുമാർക്ക് ലക്ഷങ്ങൾ നൽകിയാണ് ഇവർ വിദേശത്തെത്തിയത്. എന്നാൽ രക്ഷപ്പെട്ട് മടങ്ങി വരാനും വീണ്ടും പണം നൽകേണ്ടി വന്നതായും ഇവർ പറഞ്ഞു. കരളലിയിപ്പിക്കുന്ന കഥകളാണ് രക്ഷപ്പെട്ടു വന്ന വീട്ടമ്മമാർ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് ആദ്യമായി ജയിലിനുള്ളിൽ ബ്രെഡ് നിർമ്മാണം ആരംഭിച്ചു. വിയ്യൂർ സെൻട്രൽ ജയിലിലെ ബേക്കറി യൂണിറ്റിലാണ് ഉൽപ്പാദനം തുടങ്ങിയത്. ക്രിസ്മസിന് വിപണിയിലെത്തിച്ച ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് വൻ സ്വീകാര്യത ലഭിച്ചതോടെയാണ് ജയിലിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് തുടങ്ങുന്നത്. സംസ്ഥാനത്ത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ മാത്രമാണ് ബേക്കറി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത്. കേക്ക്, കപ്പ് കേക്ക്, ബണ്ണ് തുടങ്ങിയവ നേരത്തെ തന്നെ ഇവിടെ നിർമ്മിച്ചു തുടങ്ങിയിരുന്നു. ക്രിസ്മസ് കാലത്തെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ നിരയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇതോടെ കൂടുതൽ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ജയിൽ DGP അനിൽ കാന്ത വിയ്യൂർ ജയിലിൽ തുടങ്ങിയ ബ്രെഡ് നിർമ്മാണശാല ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ ദിവസേന 200 പാക്കറ്റ് ബ്രെഡുകളാണ് വിപണിയിലെത്തിക്കുക. 300 ഗ്രാമിന്റെ ബ്രെഡ് 20 രൂപയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ, കൃത്രിമ ചേരുവകളൊന്നുമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. 10 പേരാണ് ബേക്കറി യൂണിറ്റിൽ ജോലിയെടുക്കുന്നത്. ഉൽപാദനം കൂടുമ്പോൾ കൂടുതൽ തടവുകാരെ ഇവിടെ നിയോഗിക്കും. ബിരിയാണി, ചപ്പാത്തി തുടങ്ങി 1 ലക്ഷത്തിലധികം രൂപയുടെ ഭക്ഷണ സാധനങ്ങളാണ് പ്രതിദിനം വിയ്യൂർ ജയിലിൽ നിന്ന് വിറ്റുപോകുന്നത്. ബേക്കറി പലഹാരങ്ങൾ കൂടി എത്തുന്നതോടെ വരുമാനം ഇനിയും ഉയരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 12 പേരുടെ മരണത്തിനിടയാക്കിയ കൊല്ലം കരുനാഗപ്പള്ളി പുത്തൻതെരുവ് ഗ്യാസ് ടാങ്കർ ദുരന്തം വാഹനാപകടമല്ലെന്ന് ട്രിബ്യൂണൽ. അതുകൊണ്ട് നഷ്ടപരിഹാരത്തിന് അതിനിരയായവരുടെ ആശ്രിതരും പരിക്കേറ്റവരും അർഹരല്ലെന്നും ട്രിബ്യൂണൽ ഉത്തരവിട്ടു. കൊല്ലം വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിന്റേതാണ് സുപ്രധാന വിധി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട 16 അപേക്ഷകളും ട്രിബ്യൂണൽ തള്ളി. കരുനാഗപ്പള്ളി പുത്തൻതെരുവിൽ 2009 ഡിസംബർ 31 പുലർച്ചെ 4 മണിക്കാണ് 12 പേരുടെ മരണത്തിനും 4 പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ ദുരന്തം നടന്നത്. ഗ്യാസ് ടാങ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ചവറ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടായ തീപ്പൊരി കൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ വാദം ട്രിബ്യൂണൽ ശരിവെക്കുകയായിരുന്നു. 16 കേസുകളിലായി 2,37,00,000 രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. 18.5 ടൺ പാചകവാതകമായി പാരിപ്പള്ളി IOC പ്ലാന്റിലേക്ക് പോകുകയായിരുന്ന ടാങ്കർ എതിരെ വരികയായിരുന്ന കാറുമായി കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കറിന്റെ ഗില്ലറ്റ് വാൽവ് തുറന്നാണ് ഗ്യാസ് ചോർന്നത്. ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ പോലീസ് ജീപ്പ് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം മണൽ ശേഖരിക്കാൻ പുറപ്പെടാനായി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുണ്ടായ തീപ്പൊരിയിലാണ് വൻ അഗ്നിബാധ ഉണ്ടായതെന്നും ടാങ്കറും കാറും കൂട്ടിയിടിച്ചപ്പോൾ ആരും കൊല്ലപ്പെട്ടില്ലെന്നും രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഔദ്യോഗിക സംവിധാനങ്ങളാണ് അപകടം വരുത്തിയതെന്നും ഇൻഷുറൻസ് കമ്പനി വാദിച്ചു. ഈ വാദം അംഗീകരിച്ചാണ് നഷ്ടപരിഹാരത്തിന് അർഹതയില്ലെന്ന് ട്രിബ്യൂണൽ വിധിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിനിമാ സമരത്തെ അതിജീവിച്ച് ഡോക്ടർ ബിജുവിന്റെ കാട് പൂക്കുന്ന നേരം തിയേറ്ററുകളിലെത്തി. ഇന്ദ്രജിത്തും റീമ കല്ലിങ്ങിലും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത്. തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മലയാളം റിലീസില്ലാത്തതിനാലുള്ള പ്രതിസന്ധിക്കിടെയാണ് കാട് പൂക്കുന്ന നേരം തിയേറ്ററുകളിലെത്തിയത്. എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ അംഗമല്ലാത്ത 31 തിയേറ്ററുകളിലാണ് ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്. രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച് മികച്ച അഭിപ്രായം നേടിയ ചിത്രം പ്രേക്ഷകരുടെ ഇഷ്ടചിത്രമാകുമെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു അഭിപ്രായപ്പെട്ടു. അനാവശ്യമായ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു സമരത്തെ ഇങ്ങനെ തന്നെയാണ് നേരിടേണ്ടത്. സാധ്യമാകുന്ന എല്ലാ സിനിമകളും റിലീസ് ചെയ്യാൻ. അപ്പോൾ അതിന് നിർമ്മാതാവ് സോഫിയ പോൾ കൂടി അത്തരത്തിലുള്ളൊരു വളരെ ധൈര്യത്തോടുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലെ 15 തിയേറ്ററുകൾ ഈ ചിത്രം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിതരണക്കാരൻ പ്രദീപ് മേനോൻ പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നവരും ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ചിത്രത്തിന്റെ പ്രമേയം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഇന്നലെ വൈകിട്ട് കാസർഗോഡ് അന്തരിച്ച മുൻ MP ഹമീദ് അലി ഷംനാടിന്റെ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് തായലങ്ങാടി ഖിലർ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിക്കും. വൻ ജനാവലി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. 1971 മുതൽ 79 വരെ രാജ്യസഭാംഗമായിരുന്നു ഹമീദ് അലി ഷംനാട്. രണ്ടാം കേരള നിയമസഭയിൽ നാദാപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. PSC അംഗവും ഒഡെപെക് മുൻ ചെയർമാനുമായിരുന്നു.